السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. الحمد لله. നമ്മൾ പാർട്ട് 57 ഐന്ദയും മഴയും അല്ലെ ഒന്നും കൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഐന്ദ അല്ലെങ്കിൽ മഴ എന്ന് പറഞ്ഞാൽ കൂടെ അല്ലെങ്കിൽ ഹാസ് ഓർ ഹാവ് അല്ലെ, എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ എനിക്കുണ്ട്, ഓണർഷിപ്പ് കാണിക്കുന്ന, പൊസിഷൻ കാണിക്കുന്ന ഒരു ദോർഫും കൂടെയാണെന്ന് പറഞ്ഞു അല്ലെ. അൽ കിതാബു ഐന്ദഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ദ ബുക്ക് എന്ന് പറയാം, ദ ബുക്ക് ഇസ് വിത്ത് ഹിം എന്നും പറയാം അല്ലെ. അപ്പം ഐന്ദഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് ഉണ്ടെന്ന്, അവന്റെ കൂടെ ഉണ്ടെന്നല്ല, മഴയാണ് അവന്റെ കൂടെ. അതായത് ആ സമയത്ത്, അതായത് അവനൊരു ബുക്ക് ഉണ്ട് പക്ഷെ അവന്റെ കയ്യിൽ അത് അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മഴയാണ്. എന്താന്ന് പറഞ്ഞാൽ അവനൊരു ബുക്ക് ഉണ്ട്. അപ്പൊ രണ്ടിലും ഹി ഹാസ് ദ ബുക്ക് എന്നുള്ള മീനിങ് രണ്ടിനും ഉണ്ട്. പക്ഷെ മഴ വരുമ്പം അവന്റെ കൂടെ, അവന്റെ കയ്യിൽ അപ്പം ഉണ്ടെന്നുള്ള രീതിയിലാണ് അർത്ഥം വരിക അല്ലെ. ഐന്ദി കിതാബ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് എ ബുക്ക്, അതിനർത്ഥം എന്റെ കയ്യിൽ ഇപ്പൊ ബുക്ക് ഉണ്ട് എന്നല്ല. അത് പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് കണ്ടു. പിന്നെ നമ്മൾ നോക്കിയ ഒരു കാര്യം ഈ ഇന്ത്യയുടെ യൂസേജിൽ ഹ്യൂമൻ നിയർ ഒബ്ജക്റ്റ് അല്ലെ, ഒരു മനുഷ്യനും അതൊരു ഹ്യൂമനും ഒരു നോൺ ഹ്യൂമനും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ കാര്യങ്ങളാണെങ്കിൽ അടുത്ത് എന്ന് കാണിക്കാൻ ഐന്ദ യൂസ് ചെയ്യും അല്ലെ. ഇപ്പം ഇവിടെ ഖാലിദുൻ ജാലിസുൻ ഐന്ദൽ ബാബി, ഇവിടെ ഖാലിദ് ഹ്യൂമൻ, ബാബ് ഡോറ് നോൺ ഹ്യൂമൻ ഒബ്ജക്റ്റ് ആണ്. അപ്പം അവിടെ എന്താ ഡോറിന്റെ അടുത്ത് ഇരിക്കുന്നവനാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യമാണ് എന്താ അടക്കം വേണം, ഒബ്ജക്റ്റ് നിയർ ഒബ്ജക്റ്റ് അല്ലെ. ഒരു നോൺ ഹ്യൂമൻ സാധനത്തിന്റെ കൂടെ തന്നെ വേറെ അത് അടുത്താണെങ്കിൽ, അങ്ങനെ രണ്ട് നോൺ ഹ്യൂമൻ ഐറ്റംസ് അടുത്താണെങ്കിൽ ഖരീബ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യാന്ന് കണ്ടു. അപ്പം അൽ ബൈത്തു ഖരീബും മിനൽ മദ്രസത്തി അല്ലെ, വീട് സ്കൂളിന്റെ അടുത്താണ്. ഇത് രണ്ടും നോൺ ഹ്യൂമൻ ആണ്, ബൈത്തും മദ്രസത്തും. അതുകൊണ്ട് ഖരീബ്, ഖരീബ് ആവുമ്പോൾ നമുക്കറിയാം ഖരീബിന്റെ കൂടെ മിൻ ആണ് യൂസേജ് അല്ലെ. ഖരീബും മിന അല്ലെങ്കിൽ ഖരീബുൻ ഇല. ബഈദാണെങ്കിൽ അൻ, അത് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഹോംവർക്ക് നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ നോക്കുക. ഇപ്പൊ പുതിയതായിട്ട് എഴുതാനുള്ള സമയം തരുന്നില്ല, നമുക്ക് ആൻസേഴ്സ് പറഞ്ഞിട്ട് പോവാം. ഓക്കെ. മൈ ഓൾഡ് ബാഗ് വാസ് നിയർ യുവർ ചെയർ ബിഫോർ ദ ക്ലാസ്. എൻ്റെ ദ ക്ലാസ് അല്ലെ. അപ്പം ആ ക്ലാസ്സിന് മുൻപ് എൻ്റെ പഴയ ബാഗ് നിന്റെ കസേരയുടെ അടുത്ത് ആയിരുന്നു. ഓക്കെ. ആ ക്ലാസ്സിന് മുമ്പ്, ദ ക്ലാസ് ആണ് ആ ക്ലാസ്, ബിഫോർ മുമ്പ്, മൈ ഓൾഡ് ബാഗ് എൻ്റെ പഴയ ബാഗ്, വാസ് ആയിരുന്നു, നിയർ യുവർ ചെയർ നിന്റെ കസേരയുടെ അടുത്ത്. ഇവിടെ എന്തൊക്കെയാണ് ഐറ്റംസ്? ബാഗും കസേരയും അല്ലെ, രണ്ടും നോൺ ഹ്യൂമൻ ആണ്. ബാഗും കസേരയാണ് അടുത്തടുത്തുള്ള, അതുകൊണ്ട് നമ്മൾ ഖരീബും മിൻ ആണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പം കാനത്ത് എന്താണ് ഐറ്റം? ബാഗ് അല്ലെ. ഹഖീബ, ഹഖീബത്ത് എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് തന്നെ കാനത്ത് ആയിരുന്നു ഉള്ളത് കൊണ്ട് കാനത്ത് വേണം. അപ്പൊ കാനത്ത് ഹഖീബത്തി എൻ്റെ ബാഗ് പഴയതാണ് അല്ലെ. അൽ ഖദീമത്തു, ഹഖീബത്തി എന്ന് പറയുമ്പം ഇതിന് ളമീർ മുത്തസിലുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് മാരിഫയാണ്. അതുകൊണ്ട് ഇതിന് കൊടുക്കുന്ന വിശേഷണം മാരിഫ ആയിരിക്കണം. അൽ വേണം, ത വേണം, ബിക്കോസ് ഹഖീബ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, ഏകവചനാണ്. പിന്നെ ഇവിടെ ഹഖീബത്തി എന്ന് പറയുമ്പോൾ ഹഖീബത്തു പ്ലസ് ഇ ആണ് അല്ലെ, അതായത് ഇത് മർഫു ആണ്, അതുകൊണ്ട് തന്നെ അൽ ഖദീമത്തു. ഓക്കെ. കാനത്ത് ഹഖീബത്തിൽ ഖദീമത്തു, മൈ ഓൾഡ് ബാഗ് വാസ് നിയർ. നിയറിന് ഇവിടെ ഖരീബത്തും മിൻ അല്ലെ, ബാഗിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഖരീബത്തും മിൻ, ബാഗാണ് എന്ത് അടുത്തുള്ളതെന്ന് പറയുന്നത് അല്ലെ, ബാഗാണ് സബ്ജക്റ്റ്. അപ്പം ഖരീബത്തും മിൻ, പിന്നെന്താണ് യുവർ ചെയർ, കുർസിക്ക, ആരെങ്കിലും കുർസിക്കി എന്ന് എഴുതി പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ്, കാരണം ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല ആണാണോ പെണ്ണാണോ എന്ന്. കുർസിക്ക. പിന്നെ ബിഫോർ ദ ക്ലാസ്, ഖബല ദർസി, ഖബല ദ ക്ലാസ് ഉള്ളതുകൊണ്ട് അദ്ദർസ്. അപ്പൊ ഖബല എന്ന് പറയുന്നത് നമുക്കറിയാം ദർഫാണ് അല്ലെ, അത്
മൻസൂബായിട്ടാണ് വരിക. പക്ഷെ ഖബലയുടെ കൂടെ വരുന്ന ഇസ്മ അത് ഇദാഫ പോലെ മജ്റൂറായിട്ട് മാറും. അപ്പം കാനത് ഹഖീബത്തിൽ ഖദീമതു ഖരീബതും മിൻ കുർസിയതിക ഖബല ദർസി. എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ക്ലാസ് റെക്കോർഡിംഗ് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. The teacher was near the college door today. ആ അധ്യാപകൻ ഇന്ന് ആ കോളേജിന്റെ വാതിലിന്റെ, അതായത് കോളേജിന്റെ ഗേറ്റിന്റെ അടുത്ത് ആയിരുന്നു. എപ്പോഴും നമ്മൾ വാസ് ആണോ ഈസ് ആണോ അല്ലെങ്കിൽ ആയിരുന്നു ആണോ ആണ് എന്നാണോ എന്നുള്ളത് നോക്കണം. അതിനനുസരിച്ചാണ് നമുക്ക് ക്യാനയുടെ ഫോം യൂസ് ചെയ്യണോ വേണ്ടതെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം ദ ടീച്ചർ ആണ് സബ്ജക്റ്റ്. അൽ മുദരിസു പുല്ലിംഗ ഏകവചനാണ്, അതുകൊണ്ട് ക്യാന ആയിരുന്നു വന്നതുകൊണ്ട് അപ്പൊ ക്യാൻ അൽ മുദരിസു. ഇത്രയും കവർ ചെയ്തു. നിയറിന് നമ്മൾ എന്ത് വേണോ ഖരീബ് വേണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ്, ടീച്ചർ ഹ്യൂമൻ ആണ്, കോളേജ് ഡോറ് നോൺ ഹ്യൂമൻ ആണ് അല്ലെ. അപ്പം ഹ്യൂമൻ നോൺ ഹ്യൂമൻ അടുത്താവുമ്പോൾ നമ്മൾ പഠിച്ചു ഐന്ദയാണ്. ഓക്കെ, അപ്പം ക്യാനൽ മുദരിസു ഐന്ദ. അടുത്തത് എന്താ, കോളേജ് ഡോർ അല്ലെ. കോളേജ് ഡോർ എന്ന് പറയുന്നത് ബാബുൽ കുല്ലിയത്തി. ദ കോളേജ് ഡോർ ആണ്, ബാബുൽ കുല്ലിയത്തി ആണ്. ഐന്ദ എന്ന് പറയുന്ന ദർഫ് വന്നത് കൊണ്ട് അത് ബാബി ആയി, ബാബിൽ കുല്ലിയത്തി. ടുഡേ അൽ യൗമ, ഇങ്ങനെയാണ് അതിന്റെ യൂസേജ് വരിക. ടുഡേ എന്ന് പറയുന്നത് നമ്മൾ അറബിയിൽ എഴുതുമ്പോൾ അവസാനത്തിൽ അൽ യൗമ എന്നാണ് എഴുതാറ്. ഓക്കെ, ഇനി അടുത്തത്, വാസ് മറിയംസ് ബാഗ് നിയർ യുവർ ബാഗ്. മറിയമിന്റെ ബാഗ് നിന്റെ ബാഗിന്റെ അടുത്ത് ആയിരുന്നോ. എപ്പോഴും ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഏത് ടെൻസിലാണ് ചോദ്യം, ആണോന്നാണോ ആയിരുന്നോന്നാണോ എന്ന്. അപ്പം ക്വസ്റ്റ്യൻ ആണ് ഹൽ. എന്തിനെ കുറിച്ചാണ്, ബാഗിനെ കുറിച്ചാണ് ചോദിച്ചത് അല്ലെ. ക്യാനത്ത് സ്ത്രീലിംഗ ഏകവചനം. ഹൽ ക്യാനത്ത് ഹഖീബത്തു മറിയമ, മറിയമിന്റെ ബാഗ്. ഓക്കെ, ഹഖീബത്തു മറിയമ്മ. ആരും മറിയമി എന്ന് എഴുതി പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം സ്ത്രീലിംഗ പേരുകൾ, അല്ലെ സ്ത്രീകളുടെ പേരുകൾ അല്ലെ, പ്രോപ്പർ നൗൺ വരുമ്പം ഈ മജ്റൂർ നമ്മൾ ഫത്ഹ ഇട്ടിട്ടാണ് കാണിക്കുക. അപ്പം ഹഖീബത്തു മറിയമ്മ, ഹഖീബത്തു മറിയമ്മി എന്ന് എഴുതരുത്. പിന്നെ ഇവിടെ മറിയമിന്റെ ബാഗും എന്റെ ബാഗും ആണ്, രണ്ടും നോൺ ഹ്യൂമൻ ആണ്. അതുകൊണ്ട് ഖരീബും മിൻ ആണ് ഉപയോഗിക്കുക അല്ലെ. അപ്പം ഹഖീബ സ്ത്രീലിംഗ ആയതുകൊണ്ട് ഖരീബത്തും മിൻ യോ ബാഗ്, ഹഖീബത്തിക, ഹഖീബത്തിക്കി എന്ന് എഴുതി പോയാലും ഓക്കെയാണ്. മിൻ ഹഖീബത്തിക്കി ഹഖീബത്തിക. ശരിക്കും ഇതൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം പോലെയാണ്. ഓരോ കാര്യത്തിനും നമ്മൾ ചിന്തിക്കാനുണ്ട് അല്ലെ. അതെന്തുകൊണ്ട് അങ്ങനെ വരണം, ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരണം. ഇനി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ചില ശരികളും ഉണ്ട്. അപ്പൊ ഇവിടെ ഹഖീബത്തിക പറഞ്ഞ പോലെ ഹഖീബത്തിക്കി എന്ന് എഴുതാം എന്ന് പറഞ്ഞ പോലെ വേറെ ചില കാര്യങ്ങളും നിങ്ങൾ എഴുതിയതിൽ ചില ശരികളും ഉണ്ടായേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി were you near the classroom door today? yesterday. നീ ഇന്നലെ ആ ക്ലാസ് മുറിയുടെ വാതിലിന്റെ അടുത്ത് ആയിരുന്നോ. ഓക്കെ, ആയിരുന്നോ, were you. അപ്പം ഹൽ കുന്തി ആണെങ്കിലും ഓക്കെയാണ്. ഒരു സ്ത്രീയെ അഡ്രസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ ഹൽ കുന്തി, അതൊക്കെ. നിയർ ദ ക്ലാസ് റൂം ഡോർ, അപ്പം ഇവിടെ ഡോറും ആണ് അല്ലെ. അപ്പം ഇതൊരു ഹ്യൂമൻ, ഇതൊരു നോൺ ഹ്യൂമൻ. അപ്പം ഐന്ദ. ഓക്കെ, ഹൽ കുന്ത ഐന്ദ എന്തിന്റെയാണ്, ക്ലാസ് റൂമിന്റെ ഡോറാ അല്ലെ. അപ്പം ബാബുൽ ഫസ്ലി ആണ്. ദ ക്ലാസ് റൂം ഡോർ എന്ന് പറഞ്ഞാല് ബാബുൽ ഫസ്ലി ആണ്. അവിടെ നിയർ വന്നതുകൊണ്ട് ഐന്ദ വന്നതുകൊണ്ട് ദർഫ് വന്നതുകൊണ്ട് അത് ബാബിൽ ഫസ്ലി ആയി. ഓക്കെ, ബാബിൽ ഫസ്ലി. യെസ്റ്റർഡേ എന്ന് പറയുന്നത് ബിൽ അംസി, ഇങ്ങനെയാണ് യെസ്റ്റർഡേയുടെ യൂസേജ്. ഓക്കെ, ബിൽ അംസി. അൽ യൗമ എന്ന് ഇന്ന് എന്ന് പറയുമ്പോൾ ബിൽ എംസി എന്നാണ് യെസ്റ്റർഡേയുടെ യൂസേജ് പൊതുവേ വരിക. ഇവിടെ ബി എന്ന് പറയുന്ന ഹർഫ് ജർ ആഡ് ചെയ്തത് കൊണ്ടാണ് ഈ ദർഫ് എംസി എന്ന് ആവുന്നത്. അത് ഒരു അറബിയുടെ ഒരു യൂസേജ് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതങ്ങനെ പഠിച്ചു വെച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ഇനി ദ സ്റ്റുഡൻസ് ഇവിടെ ഫീമെയിൽ ആണ്, വിദ്യാർത്ഥിനികൾ. ഓക്കെ, വേർ സിറ്റിംഗ് നിയർ ദ കോളേജ് ഓഡിറ്റോറിയം. ആ വിദ്യാർത്ഥിനികൾ ആ കോളേജ് ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് ഇരിക്കുന്നവർ ആയിരുന്നു. അപ്പം ഇവിടെ താലിബാത്ത് ആണ്, വിദ്യാർത്ഥിനികളാണ്. നമുക്കറിയാം ആദ്യം വേർബ് ഇടുമ്പം സെന്റൻസിന്റെ ആദ്യത്തിൽ വേർബ്, അതായത് ഇസ്മ ഫഅലി ജംലത്ത് ഫഅലി ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും
ഫിഅല് സിംഗുലർ ആയിട്ടാണ് എഴുതുക നമ്മൾ പഠിച്ചു അല്ലേ. പുറത്തെ നമ്മൾ പ്ലൂരൽ ക്യാന പഠിച്ചിട്ടുമില്ല ഈ ഒരു സെഷനിൽ, അപ്പോൾ അത് നമ്മൾ പിന്നീടേ പഠിക്കുന്നുള്ളൂ. അപ്പം ഇവിടെ അത്വാലിബാത്ത് പ്ലൂരൽ ആണെങ്കിൽ പോലും ഇവിടെ ക്യാനത്ത് മതി, അതിന്റെ പ്ലൂരൽ വേണ്ട. ഓക്കെ, ക്യാനത്തി ത്വാലിബാത്തു എന്താണ് പറഞ്ഞത്? ദ സ്റ്റുഡൻസ് വേർ. ഓക്കെ, അത്രയും നമ്മൾ കവർ ചെയ്തു. ക്യാനത്തി ത്വാലിബാത്തു സിറ്റിംഗ്. സിറ്റിംഗ് എന്താണ്? ജാലിസാത്തുൻ ആണ്. ഇവിടെ ദ ഫീമെയിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റും ജാലിസാത്തുൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് മുബ്തദവും ഇത് ഖബറുമാണ് അല്ലെ. ക്യാനയുടെ ഖബർ എന്തായിരിക്കും? നമുക്കറിയാം, ക്യാനയുടെ ഖബർ മൻസൂബ് ആയിരിക്കും. ജാലിസാത്തുന്റെ മൻസൂബ് ജാലിസാത്തിൻ ആണ്. ഓക്കെ, നമുക്കറിയാം ജാലിസാത്തൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല അല്ലെ. അലിഫ് ത ആഡ് ചെയ്തിട്ടുള്ള പ്ലൂരൽസിന് നമ്മൾ മൻസൂബ് എഴുതുന്നതും മജ്റൂർ എഴുതുന്നതും അതായത് കെസ്ര തൻവീൻ ഇട്ടിട്ടാണ്. ഓക്കെ, അതൊക്കെ മുമ്പ് പഠിച്ചതാണ്, മറന്നിട്ടുണ്ടാവാം. ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക. ക്യാനത്തി ത്വാലിബാത്തു ജാലിസാത്തിൻ. ഓക്കെ, തൻ ഇല്ല. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇവിടെ തിൻ ആയത്, എന്തുകൊണ്ടാണ് ഇവിടെ മൻസൂബ് ആയത്? ഇത് ക്യാനയുടെ ഖബറാണ് അല്ലെ. ദ ഫീമെയിൽ സ്റ്റുഡൻസ് വേർ സിറ്റിംഗ്. അപ്പൊ ഫീമെയിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറച്ച് ഖബർ കൊടുക്കുകയാണ്, ന്യൂസ് കൊടുക്കുകയാണ് അല്ലെ. അപ്പം ഇത് ഖബറാണ് ഈ സെന്റൻസിൽ. ക്യാനയുടെ ഖബർ മൻസൂബാണ്. ജാലിസാത്ത് എന്ന് പറയുന്ന മൻസൂബാക്കുമ്പം ജാലിസാത്തൻ എന്നൊരു യൂസേജ് ഇല്ല, ജാലിസാത്തിൻ ആണ്. അതായത് കെസ്ര തൻവീൻ ഇട്ടിട്ടാണ് മൻസൂബാക്കുന്നത്. ഇനി സ്റ്റുഡൻസ്, ഫീമെയിൽ സ്റ്റുഡൻസും ഓഡിറ്റോറിയം ആണ് അല്ലെ. ഓഡിറ്റോറിയത്തിന്റെ അടുത്താണ് ഫീമെയിൽ സ്റ്റുഡൻസ്. ഇത് ഹ്യൂമൻ, ഇത് നോൺ ഹ്യൂമൻ. അപ്പം കാഴത്ത് നമ്മൾ കഴിഞ്ഞ വൊക്കാബുലറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയം എന്തിന്റെ ഓഡിറ്റോറിയം ആണ്? കോളേജ് ഓഡിറ്റോറിയം ആണ്. അപ്പം ഖാഅത്തിൽ കുല്ലിയത്തി, ശരിക്കും ഖാഅത്തുൽ കുല്ലിയത്തിയാണ്. ഇന്ദ എന്ന് പറയുന്ന ദർഫ് വന്നത് കൊണ്ട് ദർഫ് അതിന്റെ തൊട്ടടുത്തുള്ള ഇസ്മിനെ മജ്റൂർ ആക്കും അല്ലെ. അപ്പം ഇന്ദ ഖാഅത്തിൽ കുല്ലിയത്തി. അടുത്തത്, ദ ഡയറക്ടേഴ്സ് ഹൗസ് വാസ് നിയർ ദ കോളേജ് ഓഫ് ഹദീസ്. ഓക്കെ, ആ ഡയറക്ടറുടെ വീട് ആ ഹദീസ് കോളേജിന്റെ അടുത്ത് ആയിരുന്നു. ദ ഡയറക്ടേഴ്സ് ഹൗസ്. അപ്പം ബൈത്തുൽ മുദീരി വാസ് ക്യാന. ഓക്കെ, ബൈത്ത് എന്ന് പറയുന്നത് പുല്ലിംഗ ഏകവചനം, ക്യാന ബൈത്തുൽ മുദീരി. ഇവിടെ ബൈത്തിന് മർഫു അല്ലാതെ വേറൊന്നും വരാൻ റീസൺസ് ഇല്ല. അപ്പൊ ക്യാന ബൈത്തുൽ മുദീരി വാസ് കഴിഞ്ഞു. നിയർ ദ കോളേജ്. അപ്പം ഇവിടെ വീടും കോളേജും ആണ് അല്ലെ. രണ്ടും എന്താണ്? നോൺ ഹ്യൂമൻ ആണ്. അപ്പൊ ഖരീബും മിൻ. എന്നാൽ ഇവിടെ ബൈത്തുൽ മുദീരി, അതായത് ഡയറക്ടറുടെ വീട് എന്ന് പറയുന്നത് സബ്ജക്റ്റും അതിനുശേഷം എന്താണ്? വാസ് നിയർ ദ കോളേജ് ഓഫ് ഹദീസ് എന്ന് പറയുന്നത് അതിന്റെ പ്രെഡിക്കേറ്റ് ആണ്, അതായത് ഖബർ ആണ് അല്ലെ. ഈ സബ്ജക്റ്റിനെ കുറിച്ച്, ഈ കർത്താവിനെ കുറിച്ചുള്ള വിവരം തരുന്നതാണ് ഇത്. അപ്പം ഈ പാർട്ട് ഖബർ ആണ്. ഖബർ എന്തായിരിക്കണം? ക്യാനയുടെ ഖബർ മൻസൂബായിരിക്കണം. അതുകൊണ്ട് ഖരീബും മിൻ അല്ല, ഖരീബൻ മിൻ. ഓക്കെ, ബൈത്ത് പുല്ലിംഗ ഏകവചനം, അതുകൊണ്ട് ഖരീബൻ മിൻ. ഈ ഖരീബിനെ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ഖരീബത്തുന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. എന്താണോ സബ്ജക്റ്റ് അതിനനുസരിച്ച് ഖരീബിനെ നമ്മൾ കറക്റ്റ് മാറ്റി എഴുതണം. കാരണം ഖരീബ് എന്ന് പറയുന്നത് ഒരു സിഫയാണ്, എന്ത പോലെയല്ല. എന്ത ദർഫാണ്. ഖരീബ് എന്ന് പറയുന്നത് ഒരു സിഫയാണ്. സിഫയ്ക്ക് നമുക്കറിയാം അല്ലെ, അതിന്റെ സബ്ജക്റ്റിനനുസരിച്ച് സിഫയുടെ റൂളുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഖരീബത്തുന്നും ഖരീബത്തിന്നും ഒക്കെ ആയി മാറും. അതിന്റെ സബ്ജക്റ്റിനനുസരിച്ച്. ഇവിടെ ബൈത്താണ് സബ്ജക്റ്റ്, പക്ഷെ ഈ ഖരീബ് എന്ന് പറയുന്നത് ക്യാനയുടെ ഖബറാണ്. അതുകൊണ്ട് ബൈത്തിനനുസരിച്ച് ജെൻഡറും വരും, പ്ലസ് ക്യാനയുടെ ഖബർ ആയതുകൊണ്ട് അതിന്റെ ഇറാബ് മൻസൂബും ആവും. ഖരീബൻ മിൻ കുല്ലിയത്തിൽ ഹദീസി. ഖരീബൻ മിൻ വന്നതുകൊണ്ട് ഹദീസ് കോളേജ് എന്ന് പറയുമ്പോൾ കുല്ലിയത്തുൽ ഹദീസ് ആണ്. മിൻ വന്നതുകൊണ്ട് അത് കുല്ലിയത്തിൽ ഹദീസി എന്നായിട്ട് മാറി. ഓക്കെ,
ഓരോ പീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ചിലപ്പം അറിയാതെ കറക്റ്റായി പോയതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് അത് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയിരിക്കണം. ചിലപ്പോൾ എഴുതിയപ്പോൾ ഈ നമ്മുടെ ഓപ്ഷണൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യന് കറക്കി കുത്തി എഴുതി ശരിയാവുന്നത് പോലെ തന്നെ ചിലപ്പോൾ ഇതും അറിയാതെ അങ്ങോട്ട് ശരിയായി പോയിട്ടുണ്ടാവും, ലക്കില് ഒഴുക്കില്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഓരോന്നിന്റെയും ഹർക്കത്തുകളും ഓരോന്നിന്റെയും ജെൻഡറും അതിന് ഉള്ള കേസും ഇല്ലാത്ത കേസും സിംഗുലറും പ്ലൂറലും ഒക്കെ എന്തുകൊണ്ട് വന്നെന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന വാക്ക് അവിടെ എന്തുകൊണ്ട് വന്നെന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ ഓരോ വാക്കിന്റെ റോളുകളും അറിഞ്ഞിരിക്കണം. അതെന്താണ് ആ വാക്ക് ആക്ച്വലി അവിടെ സബ്ജക്റ്റ് ആണോ, അതായത് മുത്തതാണോ, ഖബറാണോ, ഇനി അതല്ല സ്വിഫയാണോ, ദോർഫാണോ, ഒക്കെ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് അറിഞ്ഞറിഞ്ഞു പോവുക. കാരണം പിന്നെ പഠിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടെ കുഴഞ്ഞു മറിഞ്ഞ് പിന്നെ ഒന്നും മനസ്സിലാവുകയില്ല. ഓക്കെ, അടുത്തത് The employee's son's school is near our university. ആ തൊഴിലാളിയുടെ മകന്റെ സ്കൂൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ആണ്. ഈസ്. ഓക്കെ, ഈ ഒരു സെന്റൻസ് മാത്രം പ്രസന്റ് ടെൻസിലാണ്. കാനയുടെ ആവശ്യമില്ല. നമുക്കറിയാം ഈസ് നമ്മൾ പൊതുവെ എഴുതാറില്ല അല്ലെ. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പം ദ എംപ്ലോയീസ് സൺസ് സ്കൂൾ ട്രിപ്പിൾ ഇതാഫയുണ്ട് അല്ലെ ഇവിടെ. അപ്പോ മദ്രസത്തു വലദിൽ മുവദ്ദഫി, ദ എംപ്ലോയീസ് സൺസ് സ്കൂൾ. ഓക്കെ, ഇവിടെ മദ്രസത്തു എന്ന് പറയുന്നത് മർഫു ആണ്. കാരണം അതിന്റെ മുമ്പ് വേറെ ഒരു റീസൺ ഇല്ല അത് മർഫു ആവാതിരിക്കാൻ. പക്ഷെ ഇത് രണ്ടും മജ്റൂർ ആയിരിക്കും, ബിക്കോസ് ഇദാഫ കൺസ്ട്രക്ഷനിൽ ഇത് രണ്ടും മുദാഫ ഇലൈഹിയാണ് അല്ലെ. അപ്പോൾ മദ്രസത്തു വലദിൽ മുവദ്ദഫി, അൽ അവസാനത്തിൽ മാത്രമേ വരുള്ളൂ. ഇതിന് രണ്ടിനും അൽ വരൂല. അത് ഇദാഫ കൺസ്ട്രക്ഷന്റെ റൂളാണ്. അപ്പം മദ്രസത്തു വലദിൽ മുവദ്ദഫി ഇസ് നിയർ ആർ യൂണിവേഴ്സിറ്റി. ഇവിടെ സ്കൂളും യൂണിവേഴ്സിറ്റിയും രണ്ടും നോൺ ഹ്യൂമൻ ആണ്. അതുകൊണ്ട് തന്നെ ഖരീബ്. മദ്രസത്ത് സ്ത്രീലിംഗ ആയതുകൊണ്ട് ഖരീബത്തുൻ മിൻ. മദ്രസത്തു വലദിൽ മുവദ്ദഫി ഖരീബത്തുൻ മിൻ ജാമിഅതീന, അവർ യൂണിവേഴ്സിറ്റി. ജാമിഅതീന, ഓക്കെ, അവർ ആണ്. അതുകൊണ്ട് നാ. ഇനി ഇതെങ്ങാനും വാസ് ആയിരുന്നെങ്കിൽ, ഓക്കെ, ഇവിടെ വാസ് ആയിരുന്നു, ആണിന് പകരം ആയിരുന്നു എന്നാണെങ്കിൽ ഇവിടെ ക്യാനത്ത് വന്നേനെ, പ്ലസ് ഖരീബത്തൻ വന്നേനെ. ഓക്കെ, ബിക്കോസ് ക്യാന വന്നു കഴിഞ്ഞാൽ, അതായത് ആയിരുന്നു എന്ന് പറയുമ്പം ഇവിടെ ഒരു ക്യാന വേണം അല്ലെ, ക്യാനത്ത് വേണം. മദ്രസത്തിന് മാച്ച് ആകുമ്പോൾ ക്യാനത്ത് ആവും. അപ്പം ഈ പാർട്ട് ഖബർ പാർട്ട് എന്താവും? ഖബർ മൻസൂബാവും. അപ്പൊ ഖരീബത്തുൻ മിൻ എഴുതാൻ പറ്റില്ല, ഖരീബത്തൻ മിൻ ജാമിഅത്തിന എന്നായിട്ട് മാറും. ലാസ്റ്റ് സെന്റൻസ്, സാലിംസ് ക്ലാസ്റൂം വാസ് നിയർ മൈ ക്ലാസ് റൂം. സാലിമിന്റെ ക്ലാസ് മുറി എന്റെ ക്ലാസ് മുറിയുടെ അടുത്ത് ആയിരുന്നു. വാസ് ഉണ്ട് ഇവിടെ. സോ ക്യാന ക്ലാസ് റൂം ആണ്, ഫസ്ലാണ്, പുല്ലിംഗ ഏകവചനാണ്. ക്യാന ഫസ്ലു സാലിമിൻ. സാലിമിൻ നമുക്കറിയാം പ്രോപ്പർ നൗണ് വരുമ്പോൾ അൽ വരൂല അല്ലെ. അൽ ആണ് ഉദ്ദേശിച്ച് ഡെഫിനിറ്റ് ആണെങ്കിൽ പോലും അൽ വരൂല. അതുകൊണ്ട് തന്നെ സാലിമിൻ തൻവീന് വേണം. ഫസ്ലു സാലിമി എന്ന് പറയില്ല, സാലിമിൻ. ക്യാന ഫസ്ലു സാലിമിൻ. ക്യാനയുടെ ഖബറാണ് നിയർ അല്ലെ. അപ്പം പിന്നെ ക്ലാസ് റൂമും ആണ്. അതുകൊണ്ട് രണ്ടും നോൺ ഹ്യൂമൻ ആണ്. അതുകൊണ്ട് ഖരീബും മിൻ. ക്യാനയുടെ ഖബർ ആയതുകൊണ്ട് അത് മൻസൂബായി. ഖരീബൻ മിൻ. ഫസ്ല് പുല്ലിംഗ ഏകവചനാണ്, അതുകൊണ്ടാണ് ഖരീബത്തൻ ആവാതിരുന്നത്. ഫസ്ലു സാലിമിൻ ഖരീബൻ മിൻ മൈ ക്ലാസ് റൂം ഫസ്ലി, എന്റെ ക്ലാസ് റൂമിൽ നിന്ന്. ഓക്കെ, അപ്പം ശരിയായവർക്ക് മാഷാ അല്ലാഹ് ബറക്കല്ലാഹ് ഫീ, എല്ലാം ശരിയായവർക്ക്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതും മാഷാ അല്ലാഹ്. കാരണം ഈ തെറ്റുകൾ പിന്നെ ഒരിക്കലും നിങ്ങളെ വരുത്തൂല. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തെറ്റ് വരുത്തി പഠിക്കാൻ പറ്റിയ സ്ഥലം ഭൂമി തന്നെയാണ്. പരലോകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തെറ്റുകൾ തിരുത്താൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ അറിയാതെ വരുന്ന തെറ്റുകളെ കുറിച്ചൊന്നും ആലോചിച്ച് ബേജാറാവണ്ട. കാരണം തിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പഠിപ്പാണ്. ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോകില്ല. അറിയാതെ നമ്മൾ ശരിയാക്കിയത് കൊണ്ട് ഭയങ്കര സംഭവം വിചാരിക്കാൻ വേണ്ട. അറിഞ്ഞുകൊണ്ട്, അതായത് തെറ്റാണെന്ന് മനസ്സിലാക്കി തെറ്റ് തിരുത്തുന്ന അത്രയും വലിയ സംഭവം ഒന്നല്ല അറിയാതെ നമ്മൾ ചെയ്തു പോകുന്ന ശരികൾ. ഓക്കെ, അതുകൊണ്ട് ഭൂമിയിലെ തെറ്റ് വരുത്താനും തിരുത്താനുള്ള അവസരമുള്ളൂ. അതുകൊണ്ട് തെറ്റ് വന്നു പോയല്ലോ എന്ന് ചോദിച്ചാൽ ആരും ബേജാറാവണ്ട, സന്തോഷിക്കുക. ഇതുപോലെ ഒരു തിരുത്താനുള്ള ഒരു അവസരം, തെറ്റുകൾ വരുത്തുന്നതിൽ കൂടെ കിട്ടുന്ന അത്രയും പഠിക്കാനുള്ള അവസരം വേറെ ഒന്നും കിട്ടൂല. നമ്മൾ പഠിക്കാതെ മാറി നിന്നാലും കിട്ടൂല. നമ്മൾ അങ്ങോട്ട് ഇറങ്ങുക, തെറ്റ് വരുത്തുക, എന്നിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് പഠിക്കുക. അത് തന്നെയാണ് ജീവിതം. മരണം വരെ അതങ്ങനെ പോട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് എന്തയുടെ
ഒന്ന് രണ്ട് യൂസേജസും കൂടെ പറയാനുള്ളൂ. അതോടെ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും ഇൻഷാ അള്ളാ. അടുത്തത് എന്തയും എന്താ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ഹ്യൂമൻ ഓക്കെ, അങ്ങനെ രണ്ട് മനുഷ്യന്മാരുടെ കാര്യത്തിൽ എന്താ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അറ്റ് ദ ഹോം ഓഫ്, അതായത് ഇന്ന ആളുടെ വീട്ടിൽ, അല്ലെങ്കിൽ അറ്റ് എന്നുള്ള അർത്ഥം. ഓക്കെ, രണ്ട് മനുഷ്യന്മാരുടെ കാര്യത്തിൽ എന്താ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതാം ഞാൻ. കുന്തു ഇൻദ ഖാലിദിൻ. കുന്തു ഇൻദ ഖാലിദിൻ, അതിന്റെ അർത്ഥം ഐ വാസ് അറ്റ് ഖാലിദ്സ് ഹൗസ്, ഞാൻ ഖാലിദിന്റെ വീട്ടിൽ ആയിരുന്നു. അറ്റ് ദ ഹോം ഓഫ് ഓക്കെ, കുന്തു ഇൻദ ഖാലിദിൻ, ഞാൻ ഖാലിദിന്റെ വീട്ടിൽ ആയിരുന്നു. ഖാലിദിന്റെ അടുത്തായിരുന്നു എന്നുള്ളതിനേക്കാളും രണ്ട് ഹ്യൂമൻ ബീങ്ങിന്റെ കാര്യം, രണ്ട് മനുഷ്യന്മാരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഖാലിദിന്റെ വീട്ടിലായിരുന്നു, അറ്റ് ദ ഹോം ഓഫ് എന്നാണ് അർത്ഥം വരാം. ഓക്കെ, ഇനി അടുത്തത് ഇൻദ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൂടെ യൂസ് ചെയ്യുമ്പം അതിന്റെ അർത്ഥം ഇൻ ദ സൈറ്റ് ഓഫ്, അള്ളാഹുവിന്റെ കാഴ്ചയിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ, ഓക്കെ എന്നർത്ഥം വരും. എന്താ അള്ളാഹുമായിട്ട് ചേർത്ത് പറയുമ്പം അള്ളാഹുവിന്റെ കാഴ്ചയിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ. ഇതിനുള്ള ഒരു ഉദാഹരണം അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം ആയതൊന്ന് നോക്കാം നമുക്ക്. ആലംറാനില് സോറി ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ കാഴ്ചയിൽ. ഓക്കെ, അള്ളാഹുവിങ്കൽ എന്നാണ് അർത്ഥം വരിക. എന്തല്ലാ, അള്ളാഹുവിങ്കൽ, അള്ളാഹുവിന്റെ കൂടെ, അള്ളാഹുവിന്റെ അടുക്കൽ എന്നുള്ള അർത്ഥത്തിലാണ്. അള്ളാഹുവിന്റെ കൂടെ അല്ല, അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ കാഴ്ചയിൽ എന്നുള്ള അർത്ഥമാണ് ഐന്ദ എന്ന് പറയുമ്പോൾ വരാം. ഓക്കെ, എക്സാമ്പിളിന്റെ റെഫറൻസ് മാത്രം ഞാൻ ഇവിടെ കൊടുക്കാം. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഖുർആനിലാണെങ്കിൽ പലയിടങ്ങളിലും മിൻ ഐന്ദി എന്ന് യൂസേജ് കാണാം. മിൻ ഐന്ദി, ഓക്കെ, മിൻ ഐന്ദി, അതായത് നമുക്കറിയാം മിൻ വരുമ്പം സാധാരണ എന്താന്ന് പറയുന്നത് ഫത്ഹ ഇട്ടിട്ടേ വരുള്ളൂ അല്ലെ, പക്ഷെ മിന്നിന് ശേഷം വരുമ്പം ഇവിടെ എന്താവും, അത് ഐന്ദി എന്ന് ആയിട്ട് വരും. ഇങ്ങനെ വരുന്ന കേസിൽ ഈ ഐന്ദി എന്നുള്ള കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാറില്ല. ഓക്കെ, അത് ജസ്റ്റ് അതൊരു എന്താ പറയാ ലാംഗ്വേജിന്റെ ഒരു എലക്വൻസ്, അറബി ഭാഷയ്ക്ക് അങ്ങനെ ഉണ്ടല്ലോ, അതിന്റെ ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്യുന്ന വാക്കുകളും ഹർക്കത്തുകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ആ ഒരു ഭാഷയുടെ ഒഴുക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇങ്ങനെ വരുമ്പോൾ മിൻ ഐന്ദി എന്ന് പറയുമ്പോൾ. അവിടെ ഐന്ദി എന്നുള്ള കാര്യം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാറില്ല. ഇതിന് ഒരു ഉദാഹരണം ആലിമ്രാനിൽ തന്നെ ഉണ്ട്, നോക്കാം. ലാസ്റ്റ് നിന്നും മൂന്നാമത്തെ ലൈൻ, അതായത് 78ാമത്തെ ആയത്തില് ലാസ്റ്റ് നിന്ന് മൂന്നാമത്തെ ലൈൻ നോക്കുക. വമാ ഹുവ മിൻ ഇൻദില്ലാഹി, ഓക്കെ, വമാ ഹുവ മിൻ ഇൻദില്ലാഹി, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള രീതിയിലാണ് പൊതുവെ ട്രാൻസ്ലേറ്റ് ചെയ്യാറ്. ഓക്കെ, അള്ളാഹുവിങ്കൽ, അള്ളാഹുവിൽ നിന്നുള്ളതാണ്.
മിൻ ഇന്ദില്ലാഹി എന്ന് പറയുമ്പോൾ ഫ്രം അള്ളാഹ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. മിൻ അള്ളാഹുവിങ്കൽ നിന്നെന്ന് ഇപ്പം ഇതിനകത്ത് മലയാളത്തിൽ കാണുന്നുണ്ട്. ഈ എന്തൊക്കെ പൊതുവേ നമ്മൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എപ്പോഴും ഒന്നും ട്രാൻസ്ലേഷൻ കൊടുക്കാറില്ല. അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്നുള്ളതും അള്ളാഹുവിൽ നിന്നുള്ളതും സെയിം തന്നെയാണല്ലോ. ഓക്കെ, അപ്പം ഇതിനങ്ങനെ അവിടെ പ്രത്യേക ഈ എന്ത ഇല്ലെങ്കിൽ പോലും ഇവിടെ അർത്ഥം കറക്റ്റ് ആണ്. ഹുവ മിൻ അള്ളാഹി എന്ന് പറഞ്ഞാലും അർത്ഥം കറക്റ്റ് ആണ്. പക്ഷെ അറബി ഭാഷയുടെ ഒരു ഒഴുക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്നുള്ള വാക്ക് ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്യാറുണ്ട്. അപ്പം അത്രയാണ് നമുക്ക് ഇന്ത്യനെ കുറിച്ച് കുറച്ച് എക്സ്ട്രാ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഈ ഒരു ചാപ്റ്ററിലുള്ള ലാസ്റ്റത്തെ ഒരു എക്സസൈസും കൂടെ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. So it's like examples. ഞാൻ സെന്റൻസ് എഴുതാം, നിങ്ങൾ അതിന്റെ അറബി എഴുതി തുടങ്ങിക്കോ. വാസ് സാലിം സ്റ്റാൻഡിങ് നിയർ ദ സ്കൂൾ ഗേറ്റ് ടുഡേ? സാലിം ഇന്ന് സ്കൂൾ ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നവനായിരുന്നു. ക്യാന ഉണ്ട് കേട്ടോ, ആയിരുന്നു വാസ് ആണ്. സാലിം ഇന്ന് സ്കൂൾ ഗേറ്റിന്റെ, ഗേറ്റ് എന്ന് പറയുമ്പോൾ വാതിലെന്ന് മനസ്സിലാക്കി എഴുതിയാൽ മതി, ബാബ് എന്നുള്ള വാക്ക് യൂസ് ചെയ്താൽ മതി. സ്കൂൾ ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നവൻ ആയിരുന്നു. എഴുതിക്കോളാം, ഞാൻ എഴുതുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കണ്ട. ഓക്കെ, വാസ് ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ ഹൽ വാസ് സാലിം ക്യാന സാലിമുൻ, ക്യാനയുടെ ശേഷം ആയതുകൊണ്ട് സബ്ജക്റ്റ് ആയതുകൊണ്ട് മർഫു ആണ്. സ്റ്റാൻഡിങ്, അതായത് സാലിമിനെ കുറിച്ച് പറയുന്ന ന്യൂസ് ആണ്, ഖബറാണ്, മൻസൂബാണ്. വാക്കിഫൻ സ്റ്റാൻഡിങ് വാക്കിഫൻ. നിയർ ദ സ്കൂൾ ഗേറ്റ്, ഇവിടെ ഹ്യൂമനും നോൺ ഹ്യൂമനും ആണ്, അതുകൊണ്ട് ഇന്ദ ദ സ്കൂൾ ഗേറ്റ്. ബാബിൽ, ഇൻ ബാബുൽ മദ്രസത്തി ആണ്, ഇന്ദ വന്നതുകൊണ്ട് ബാബിൽ മദ്രസത്തി. ടുഡേ അൽ യൗമ. എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്ന. അടുത്ത സെന്റൻസ്, നോ ഹി വാസ് നിയർ ഇറ്റ് വിത്ത് ഹിസ് ബ്രദർ ഡേ ബിഫോർ യെസ്റ്റർഡേ. അല്ല, അവൻ അതിന്റെ അടുത്ത് ആയിരുന്നു, അതായത് അവന്റെ സഹോദരന്റെ കൂടെ. ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ മെനഞ്ഞാന്ന്. അല്ല, അവൻ മെനഞ്ഞാന്ന് അവന്റെ സഹോദരന്റെ കൂടെ അതിന്റെ അടുത്ത് ആയിരുന്നു. ഓക്കെ, അതിന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് ആലോചിക്കാം. ബാബുൽ മദ്രസത്തി. ഓക്കെ, എഴുതിക്കോളൂ.
ഓക്കെ, ആൻസർ ല, നോ. ഓക്കെ, ല. ഹി വാസ്, ക്യാന, വേണമെങ്കിൽ ക്യാന ഹുവ എന്ന് എഴുതാം കേട്ടോ, അത് കുഴപ്പമില്ല, ജസ്റ്റ് ക്യാന എഴുതിയാലും ഓക്കെ. നിയർ ഇറ്റ്, കാരണം ഹിയും ബാബുവാണ് അല്ലെ, അപ്പം ഐന്ദ. ഇറ്റ് എന്ന് പറയുന്നത് ബാബ ആയതുകൊണ്ട് ഐന്ദഹു, ക്യാന ഐന്ദഹു. വിത്ത് ഹിസ് ബ്രദർ, മഅ അഹീഹി. അഹീഹി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, സ്പെഷ്യൽ നൗൺ ആണ്, സ്പെഷ്യൽ ഇസ്മാണ്, അബും അഹും. അപ്പോൾ അഹിഹി എന്ന് എഴുതാൻ പറ്റൂല, അഹീഹി. മഅ വന്നത് കൊണ്ടാണ് ഇവിടെ അഹി എന്ന് ആയത്. ഓക്കെ, കാരണം മഅ ദർഫ്, ദർഫിന് ശേഷം വരുന്ന ഇസ്മ മജ്റൂർ ആവും. അപ്പൊ മഅ അഹീഹി, ഹിസ് ബ്രദർ, ഡേ ബിഫോർ യെസ്റ്റർഡേ, ഔവല അംസ്. ഓക്കെ, ഔവല അംസി. ഓക്കെ, ഈ ഔവൽ ഇടുന്നത് കൊണ്ട് ഇത് അംസി ആയി മാറി. ഇങ്ങനെ ചില ദോർഫുകളുടെ യൂസേജ്, ഇപ്പൊ ബിൽ അംസി, ഔവല അംസി, അതൊക്കെ ശരിക്കും ഓർത്തു വെക്കുക. ഇവിടെ അറിയാതെ ഔവല അംസ എന്ന് എഴുതി പോകരുത്, ഔവല അംസി. അടുത്തത്, വേ വാസ് ദ ഹോം ഓഫ് ദി ബോയ്സ് മദർ. വേ വാസ് ദ ഹോം ഓഫ് ദി ബോയ്സ് മദർ. ആ ആൺകുട്ടിയുടെ ഉമ്മയുടെ വീട് എവിടെ ആയിരുന്നു? വേർ വാസ് ദ ഹോം ഓഫ് ദി ബോയ്സ് മദർ. എഴുതാം. അപ്പൊ വേർ, വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഐന, വാസ്, ക്യാന. നമുക്കറിയാം ഐന ക്വസ്റ്റ്യൻ വേർഡ് വരികയാണെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് പിന്നെയാണ് ക്യാന യൂസ് ചെയ്യല്ലേ, ആ ഓർഡർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ ഹൗസ് ഓഫ് ദി ബോയ്സ് മദർ, ഡബിൾ ഇദാഫയാണ്. അപ്പോൾ ബൈത്തു ഉമ്മുൻ ആണ് ഹൗസ് ഓഫ് ദി മദർ, ബൈത്തുൽ ഉമ്മി. അപ്പം ഇവിടെ ദ ഹൗസ് ഓഫ് ദി ബോയ്സ് മദർ ആണ്. അപ്പം ബൈത്തു ഉമ്മിൽ വലതി. ഓക്കെ, ബൈത്തു ഉമ്മിൽ വലതി. അവസാനത്തെ വാക്ക്, അവസാനത്തെ ഇസ്മിന് മാത്രമേ അൽ വരുള്ളൂ. അതിന്റെ ആൻസർ, ഹർ ഹോം വാസ് ഇൻ ഫ്രണ്ട് ഓഫ് എ യൂണിവേഴ്സിറ്റി ഇൻ ദ സിറ്റി ഓഫ് ദുബായ്. ഹർ ഹോം വാസ് in front of a university in the city of Dubai. അവളുടെ വീട് ദുബായ് സിറ്റിയിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ ആയിരുന്നു. അവളുടെ വീട് ദുബായ് പട്ടണത്തില്, ദുബായ് സിറ്റിയില്, സിറ്റി ഓഫ് ദുബായ്, ദുബായിലെ ഒരു സിറ്റിയിലാണ്, അല്ലെങ്കിൽ ദുബായിയുടെ ഒരു സിറ്റിയിൽ നിന്നാണ് പറയുന്നത്, ഒരു യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ ആയിരുന്നു. എഴുതിക്കോളൂ. Her home was, her home ബൈത്തുഹ ക്യാന വാസ് അല്ലെ, ക്യാന ബൈത്തുഹ, കാരണം ബൈത്ത് പുല്ലിംഗമാണ്, പുല്ലിംഗ ഏകവചനം, ക്യാന ബൈത്തുഹ.
വാസ് ഇൻ ഫ്രണ്ട് ഓഫ് അമാമ, മുൻപിൽ എന്നുള്ളതിൽ. എ യൂണിവേഴ്സിറ്റി ജാമിഅത്തുൻ ആണ്. അമാമ ദർഫ് വന്നതുകൊണ്ട് ഇത് ഇസ്മ മജ്റൂറായി. അപ്പൊ അമാമ ജാമിഅത്തിൻ ഇൻ പി ദ സിറ്റി ഓഫ് ദുബായ്. മദീനത്തു ദുബായ് ആണ്. ഇവിടെ ഫി വന്നതുകൊണ്ട് മദീനത്തി ദുബായ്. ഓക്കെ, ഇനി അടുത്തത്. വാസ് ഖദീജാസ് ബ്രദേഴ്സ് കമ്പനി നിയർ ദ സ്കൂൾ? ഖദീജയുടെ സഹോദരന്റെ കമ്പനി സ്കൂളിന്റെ അടുത്ത് ആയിരുന്നു. ക്വസ്റ്റ്യൻ ആണ്, എഴുതിക്കോ. ഓക്കെ, വാസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഹൽ. ഖദീജാസ് ബ്രദേഴ്സ് കമ്പനി, കമ്പനി ഷെരിക്ക, സ്ത്രീലിംഗം ആണ് അല്ലെ, അതുകൊണ്ട് ക്യാനത്ത്. ഖദീജാസ് ബ്രദേഴ്സ് കമ്പനി എന്ന് എഴുതുമ്പോൾ ഷെരിക്കത്തു അഹി ഖദീജത്ത. നമുക്കറിയാം അഹ് എന്ന് പറയുന്നത് സ്പെഷ്യലിസം ആണ്. കാരണം അതിന്റെ കൂടെ എന്തെങ്കിലും ചേർത്ത് ഇദാഫ ഫോമിൽ എഴുതുമ്പോൾ അതിന് കെസ്റ ഇട്ടിട്ട് മജ്റൂറിന്റെ കേസിൽ യാ ഇട്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെ. മൻസൂബ് ആണെങ്കിൽ അലിഫ് ഇട്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. മർഫു ആണെങ്കിൽ വാവ് ഇട്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പം അഹി ഖദീജ എന്ന് പറയില്ല, അഹി ഖദീജ ആണ്. പിന്നെ ഖദീജത്തി എന്ന് പറയില്ല. നമുക്കറിയാം ഫീമെയിൽ പ്രോപ്പർ നൗൺ ആണെങ്കിൽ മജ്റൂർ ആവുന്നത് ഖദീജത്ത എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. ഓരോ കാര്യങ്ങൾക്കും എത്രയാ ചിന്തിക്കാനുള്ളതെന്ന് നോക്കുക. ഹൽ കാനത്ത് ഷെരിക്കത്തു അഹി ഖദീജത്ത. ഇനി എന്താണ്? നിയർ ആണ് അല്ലെ, അതായത് കമ്പനി ആൻഡ് മദ്രസയാണ്. അടുത്താണോ എന്ന് ചോദിക്കുന്നത്. രണ്ടും നോൺ ഹ്യൂമൻ ആണ്. അതുകൊണ്ട് തന്നെ കരീബാണ് യൂസ് ചെയ്യുക. ഷെരിക്കയുടെ സ്വിഫയാണ് കരീബ് അല്ലെ, അതുകൊണ്ട് കരീബത്ത് വേണം. അതേസമയം അത് ഖാനയുടെ ഖബറും ആണ്. അപ്പം കരീബത്തൻ എന്ന് വേണം. അപ്പം ഹൽ ഖാനത്ത് ഷെരിക്കത്തു അഹി ഖദീജത്ത് ഖരീബത്തൻ മിനൽ മദ്രസത്തി. മിൻ വന്നതുകൊണ്ട് മദ്രസത്തി, ഖരീബത്തൻ മിനൽ മദ്രസത്തി. ഇനി അടുത്തത്. യെസ്, ഹിസ് കമ്പനി വാസ് ബിറ്റ്വീൻ ഹർ ഫാദേഴ്സ് ഹൗസ് ആൻഡ് ദ സ്കൂൾ. യെസ്, ഹിസ് കമ്പനി വാസ് ബിറ്റ്വീൻ ഹർ ഫാദേഴ്സ് ഹൗസ് ആൻഡ് ദ സ്കൂൾ. അതെ, അവന്റെ കമ്പനി അവളുടെ ഉപ്പയുടെ വീടിന്റെയും സ്കൂളിന്റെയും ഇടയിലായിരുന്നു. ബൈന. ഓക്കെ, ബൈനയാണ് ബിറ്റ്വീൻ, ഇടയിലാവുക. അപ്പം എഴുതിക്കോളാം.
Okay. Yes, نعم. His company شركته was كانت അല്ലേ ഷെരിക്കത്ത് സ്ത്രീലിംഗമാണ് അതുകൊണ്ട് كانت ബിറ്റ്വീൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ബിറ്റ്വീൻ അറബിയിൽ യൂസ് ചെയ്യുമ്പോൾ രണ്ട് സ്ഥലത്തും ബൈന വേണം എന്തിന്റെയും ഇടയിലാന്ന് പറയുമ്പോൾ ഇപ്പം ഇവിടെ ഹർ ഫാദേഴ്സ് ഹൗസ് ആൻഡ് സ്കൂൾ ആണ് അല്ലെ അപ്പൊ രണ്ടിന്റെയും കൂടെ ബൈന എഴുതണം അങ്ങനെയാണ് ബൈന അറബിയിൽ യൂസ് ചെയ്യുക ഓക്കെ എഴുതി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ കാനത്ത് ഷെരിക്കത്തുഹു ബൈന ബൈത്തി അബീഹ വ ബൈനൽ മദ്രസത്തി അങ്ങനെയാണ് ബൈന എഴുതുക ഓക്കെ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ അപ്പം എന്തിന്റെ ഇടയിലാണ് ബൈന ബൈത്തി അബീഹ അല്ലെ ഹർ ഫാദേഴ്സ് ഹൗസ് ബൈത്തു അബീഹ ആണ് ഹർ ഫാദേഴ്സ് ഹൗസ് അബീഹ കാരണം അബ് സ്പെഷ്യൽ ഇസ്മാണ് അതുകൊണ്ട് യാ ഇട്ടിട്ട് വേണം അതിനെ ഇദാഫയാക്കാൻ അപ്പം ബൈത്തു അബീഹ എന്നുള്ളതിന് ബൈന വന്നതുകൊണ്ട് ബൈന ദർഫാണ് അത് വന്നതുകൊണ്ട് അത് ബൈത്തി അബീഹ എന്നായി പ്ലസ് വ ബൈന അൽ മദ്രസത്തി വീണ്ടും ബൈന വന്നതുകൊണ്ട് ഇത് മജറൂറായി ഓക്കെ ഓരോ പീസും മനസ്സിലാക്കിയിട്ട് വേണേ പോവാൻ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് വെക്കാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാല്ല അടുത്തത് was the book on the small Indian table was the book on the small Indian table ആ പുസ്തകം ആ ചെറിയ ഇന്ത്യൻ മേശയുടെ മേലെ ആയിരുന്നു ആ പുസ്തകം ആ ചെറിയ ഇന്ത്യൻ മേശയുടെ മേലെ ആയിരുന്നു എഴുതിക്കോളൂ ഇവിടെ മേലെ എന്നുള്ളത് ദർഫ് ആയിട്ട് ഉപയോഗിക്കണേ അല അല്ല ഫൗക്ക ഓക്കെ ദർഫാണ് നമ്മൾ ദർഫിന് ഉദാഹരണങ്ങൾ അല്ലേ എഴുതി പഠിക്കുന്നത് അതുകൊണ്ട് ഫൗക്ക എഴുതുക അപ്പൊ അതിന് റൂളും വരും ഫൗക്കക്കും അലക്കും വേറെ വേറെ റൂളുകളാണല്ലോ ഓക്കെ ക്വസ്റ്റ്യൻ ആണ് വാസ് ഹൽ ഇതിനെ കുറിച്ച് ദ ബുക്ക് ക്യാനൽ കിതാബു വാസ് ഉള്ളത് കൊണ്ട് ക്യാനൽ കിതാബു ദ ബുക്കാണ് അൽ കിതാബു ഓൺ ഫൗക്ക ദ സ്മോൾ ഇന്ത്യൻ ടേബിൾ ടേബിൾ സ്മോൾ ഇന്ത്യൻ വിശേഷനാണ് അപ്പൊ ആദ്യം നമ്മൾ ഇന്ത്യൻ എന്നുള്ള വിശേഷണം എഴുതിയിട്ടാണ് സ്മോൾ എഴുതുക ഇപ്പൊ ഫൗക്ക വരുമ്പം ഫൗക്ക ദർഫായത് കൊണ്ട് അത് ഇസ്മിനെ മജറൂർ ആക്കും ഞാൻ നേരത്തെ അലയുടെ ഫൗക്കയുടെ റൂൾസ് വേറെയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഫൗക്ക ദർഫിന്റെ റൂളും അലക്ക് ഹർഫ് ജറിന്റെ റൂളും എന്നാണ് രണ്ടാണെങ്കിലും അതിനുശേഷം വരുന്ന ഇസ്മു മജറൂർ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഫൗക്ക ത്വാവിലെത്തി ഈ ത്വാവിലയുടെ വിശേഷണം അൽ ഹിന്ദിയത്തി അസ്വഗീറത്തി ഓക്കെ ദ സ്മോൾ ഇന്ത്യൻ ടേബിൾ അൽ ഹിന്ദിയത്തി അസ്വഗീറത്തി ഫൗക്ക വന്നതുകൊണ്ട് ഇത് മജറൂറായി ഇതിന്റെ വിശേഷണത്തിന് രണ്ടിനും ഇതിന്റെ അതേ റൂൾസ് തന്നെയാണ് തോവലയുടെ അതേ റൂൾസ് തന്നെയാണ് അല്ലുണ്ട് മജറൂറാണ് ഫീമെയിൽ ആണ് സിംഗുലർ ആണ് ഓക്കെ അതിന്റെ ആൻസർ നോ ഇറ്റ് വാസ് അണ്ടർ ദ ഓൾഡ് അറേബ്യൻ ചെയർ അല്ല അത് ആ പഴയ അറേബ്യൻ കസേരയുടെ താഴെ ആയിരുന്നു ഇവിടെ എന്താണ് ഞാൻ എഴുതാം ആദ്യം ഇൻഷാല്ലാ നോ it was under the old Arabian chair. അല്ല അത് അതെന്ന് പറയുന്നത് ഇവിടെ ബുക്കാണ് അല്ലെ കിതാബാണ്
ആ പഴയ അറേബ്യൻ കസേരയുടെ അടിയിൽ ആയിരുന്നു. എഴുതിക്കോളാം. നോ, ല, ഇറ്റ് വാസ്. ക്യാന കിതാബാണ്. അപ്പം ക്യാന വാസ് അണ്ടർ, തഹ്ത, ദ ഓൾഡ് അറേബ്യൻ ചെയർ. ചെയറിന്റെ വിശേഷനാണ് ഓൾഡും അറേബ്യനും. അതിൽ അറേബ്യൻ ആണ് ആദ്യം എഴുതാം. അൽ കുർസി തഹ്ത വന്നതുകൊണ്ട് കുർസി എന്നുള്ളത് മജറൂറായി. കുർസി അൽ അറബി അൽ ഖദീമി. ഓക്കെ, കുർസിന്റെ സെയിം റൂൾസ് വെച്ചിട്ടാണ് ഈ സിഫാത്ത് എഴുതിയിട്ടുള്ളത്. അൽ വന്നിട്ടുണ്ട്, മജറൂർ വന്നിട്ടുണ്ട്, പുല്ലിംഗ ഏകവചനം. ലാ കാന തഹ്ത അൽ കുർസി അൽ അറബി അൽ ഖദീമി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Where is the new American book now? Where is the new എവിടെയാണ് ആ പുതിയ അമേരിക്കൻ പുസ്തകം ഇപ്പോൾ? എവിടെയാണ് ആ പുതിയ അമേരിക്കൻ പുസ്തകം ഇപ്പോൾ? Where is the new American book now? ഇവിടെ വേർ ഈസ് ആണ്, ക്യാൻ ഇല്ല. അതുകൊണ്ട് ഐന ഈസ് വേണ്ട. ദ ന്യൂ അമേരിക്കൻ ബുക്ക്, ദ ബുക്ക് ന്യൂ അമേരിക്കൻ വിശേഷണമാണ്. അൽ കിതാബു അൽ അമ്രിക്കിയു അൽ ജദീദു, അല്ല ഉണ്ട് മൂന്നിനും. പിന്നെ കാരണം കിതാബിന്റെ വിശേഷണങ്ങളാണ്, സിഫകളാണ് അമ്രിക്കിയും ജദീദും. പിന്നെ അൽ ഉണ്ട് മർഫു ആണ്, പുല്ലിംഗം ഏകവചനം. അൽ ആന, നൗ എന്ന് എഴുതുന്നത് അൽ ആന. ഓക്കെ, അൽ ആന ബിൽ അംസി അൽ യൗമ അവൽ അംസി, അതൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. ഇനി ഇതിന്റെ ആൻസർ. ദ സുഡാനീസ് സ്റ്റുഡന്റ് ഹാസ് ഇറ്റ്. The Sudanese student has it. എഴുതാം. ആ സുഡാനി വിദ്യാർത്ഥിനിയുടെ കയ്യിൽ ഉണ്ട് അത്, അല്ലെങ്കിൽ അവന് ഉണ്ട്.
ഓക്കെ, ആൻസർ ഇറ്റ് അല്ലേ. അപ്പം ഹുവ ആ കിതാബ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ഇൻ ദ താലിബി സുഡാനി, ദ സുഡാനി സ്റ്റുഡന്റിന്റെ കയ്യിലുണ്ട്. അപ്പം ഇവിടെ ശരിക്കും മഅ എന്നും ചേർക്കാം, പക്ഷെ ഈ ആൻസറിൽ ക്ലിയർ ആയിട്ട് ഹാസ് ഇറ്റ് നൗ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അവന്റെ ഓണർഷിപ്പിൽ ഉണ്ടെന്നാണോ അവന്റെ കയ്യിലുണ്ടെന്നാണോ നമുക്ക് ക്ലിയർ അല്ല ഇതിൽ നിന്ന്. അതുകൊണ്ടാണ് എന്താ പറഞ്ഞത്. ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടെന്നുള്ള അർത്ഥം കൂടെ വരും. പക്ഷെ അത് ഈ ആൻസറിൽ ക്വസ്റ്റ്യനിൽ അത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആൻസറിൽ അത് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് എന്താ എഴുതിയത്. എഴുതിയാലും ഓക്കെ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡു യു ഹാവ് മൈ സ്കൂൾ പെൻ വിത്ത് യു? നിന്റെ കയ്യിലുണ്ടോ, അതായത് ഇപ്പൊ ഉണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് വിത്ത് യു ബ്രാക്കറ്റിൽ ഞാൻ എഴുതാം ആദ്യം. ഡു യു ഹാവ് മൈ സ്കൂൾ പെൻ? ഇവിടെ വിത്ത് യു എന്ന് പറയുമ്പോൾ നിന്റെ കയ്യിൽ ഉണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് വരിക. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾക്ക് ഉണ്ട് എന്നുള്ള ഓണർഷിപ്പ് നമ്മളെ പൊസിഷനിൽ ഉണ്ടെന്നുള്ളതിന്റെ പുറമെ നമ്മുടെ കൂടെ ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആഡ് ചെയ്യാം. അല്ലാത്ത സിറ്റുവേഷനിൽ ഒഴിവാക്കിയിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഡു യു ഹാവ് മൈ സ്കൂൾ പെൻ വിത്ത് യു? ഇവിടെ വിത്ത് യു എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിന്റെ കൂടെ ഉണ്ടോ, നിനക്കുണ്ടോ എന്നുള്ളതിനും ഹാസ് എന്നുള്ളതിനൊക്കെ പുറമെ നിന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ടോ എന്ന് കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പം എഴുതുമ്പോൾ ആക്കാൻ ശ്രദ്ധിക്കുക. ഹൽ ഉണ്ടോ, കലമി എന്റെ പേന, ഓക്കെ മൈ പെൻ, അൽ മദ്രസിയു ദ സ്കൂൾ പെൻ ആണ്, ഓക്കെ മഅക വിത്ത് യു നിന്റെ കൂടെ, ഓക്കെ ഹൽ കലമിൽ മദ്രസിയു മഅക ഓർ ഹൽ മഅക ഖലമി അൽ മദ്രസിയു അങ്ങനെ എഴുതിയാലും ഓക്കെ ആണ്. ഓക്കെ, ആൻസർ യെസ് ഐ ഹാവ് യുവർ പെൻ വിത്ത് മീ. എന്റെ കയ്യിൽ ഉണ്ടെന്ന് തന്നെയാണ്, അതായത് എന്റെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പകരം യൂസ് ചെയ്യേണ്ട ഉദാഹരണമാണിത്. എഴുതിക്കോളാം. യെസ്, നഅം I have your pen. ഖലമുക മഇ ഓർ മഇ ഖലമുക രണ്ടും ഒക്കെയാണ്. ഖലമുക നിന്റെ പേന ഓർ ഖലമുക്കി ഒക്കെയാണ്. മഇ എന്റെ കൂടെ. ഇന്തി എന്ന് പറയുമ്പോൾ ഐ ഹാവ് യുവർ പെന്നേ വരുള്ളൂ. ഐ ഹാവ് യുവർ പെൻ വിത്ത് മീ എന്ന് പറയണമെങ്കിൽ മഇ വേണം. ഓക്കെ, അപ്പം ഇത്രയാണ് അതിന്റെ എക്സാമ്പിൾസ്. അല്ല നമ്മുടെ ലെസൺ 6 കഴിയാണ്. ഇനി എക്സസൈസ് ഉണ്ട്, കുറച്ച് വലിയ എക്സസൈസ് ആണ്. ഇൻഷാല്ലാ ഞാൻ ഈ ആഴ്ച ഗ്രൂപ്പിൽ എക്സസൈസിന്റെ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് 2 വീക്സ് എടുത്തിട്ട്, അതായത് 8th 15th, ഓക്കെ ഒക്ടോബർ 15th ആവുമ്പോഴേക്ക് എക്സസൈസ് ചെയ്തിട്ട് വരാം. പക്ഷെ അത്രയും സമയം തരുമ്പം അതിന്റെ അർത്ഥം 14ാം തീയതിയിലേക്ക് എക്സസൈസ് ചെയ്യാൻ വെക്കാനല്ല, ഈ 6th ലെസൺ റിവിഷൻ ചെയ്യാനും കൂടെ ഉള്ള ടൈമാണത്. എന്നിട്ട് 15th നമ്മൾ എക്സസൈസിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ ക്ലാസ്സിന്റെ ടൈമിൽ നമുക്ക് 6th ലെസന്റെ ഫൈനൽ എക്സാം ഉണ്ടായിരിക്കും. അപ്പം ഈ 2 വീക്സ് റിവിഷൻ ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ കുറച്ച് സമയം കിട്ടും റിവിഷൻ ചെയ്യാനും എക്സസൈസ് ചെയ്യാനും. റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യാനും പറ്റും. എന്നിട്ട് എക്സസൈസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലെസൺ 6ന്റെ ഫൈനൽ എക്സാം വെക്കാം. ഓക്കെ.
شاء الله. الحمد لله. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.